ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മക്കളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾക്ക് മക്കള് ഭയങ്കര പ്രഷ്യസ് ആണല്ലേ. പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും രണ്ടും അല്ലെങ്കിൽ മാക്സിമം മൂന്നുള്ളൂ, അല്ലെങ്കിൽ പലരുടെ വീട്ടിലും ഒറ്റ മോനും ഒറ്റ മോളാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ചിന്ത എന്താണ്, നമുക്ക് കിട്ടുന്നതെല്ലാം അവർക്ക് കൊണ്ടു കൊടുത്ത് അവരെ ഹാപ്പി ആക്കണം എന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മള് അങ്ങനെ ചെയ്ത് അവര് സ്വാർത്ഥരാവാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അത്യാവശ്യമൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ 2 വയസ്സായ കുട്ടിക്കോ 3 വയസ്സായ കുട്ടിക്കോ നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മോളുടെ കൊച്ചുണ്ട്, അപ്പു. അവനെങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര വണ്ടി ക്രേസ് ഉള്ള ആളാണ്. അപ്പൊ ഈ കാർട്ടൂണുകളാണല്ലോ കാണാം. അപ്പൊ ഈ കാർട്ടൂണിൽ കുറെ തരം വണ്ടികൾ, ഇങ്ങനെ ചെറിയ കുട്ടികളുടെ വണ്ടികളും ഇങ്ങനെ മാറി മാറി അവർ കാണിക്കും. അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ് അത്. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോ ഇവന് ഇതൊക്കെ വേണം. അപ്പൊ ഇവരിന്നിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ പറയാ അത് വാങ്ങിക്കാം എന്നങ്ങനെ പറയട്ടെ. പിന്നെ ഇത് കിട്ടാണ്ടായപ്പോ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോ പറഞ്ഞത് എന്താ നിങ്ങള് അങ്ങനെ പറയാറൊന്നായിട്ടില്ല, എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഞാൻ ഇവരൊന്നും കേൾക്കാണ്ട് ഇവര് പറഞ്ഞു കൊടുക്കും, അതിനെവിടെ പൈസയുണ്ട് ഇവിടെ, പൈസയുണ്ട്, അപ്പാപ്പന്റെ കയ്യിൽ പൈസയുണ്ട്, അമ്മയുടെ കയ്യിൽ പൈസയുണ്ട് എന്നൊക്കെ പറയാ. അതൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ പൈസ എന്ന് പറയും. ഞാൻ പറയാ ആ പൈസയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണം, പാപ്പം തിന്നണ്ടേ, മാമ കഴിക്കണ്ടേ, അപ്പന് കുളി പോണ്ടേ, അവിടെ ഫീസ് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ കുറേശ്ശെ നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ പൈസ കിട്ടണം, പൈസ ഉണ്ടായാലല്ലേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി നമ്മളിത് അയ്യോ ഇത് എന്റെ മോന് വിഷമാവെന്ന് പറഞ്ഞിട്ട് മേടിച്ച് എല്ലാം മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രയാസവും. അത് ഞാൻ എന്റെ മക്കളെ വളർത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവരോട് പറയും ഞാൻ, കിട്ടാൻ സാധ്യതയില്ലാത്തതിനെ കുറിച്ച് ആശിക്കണ്ട, നിങ്ങൾ വെറുതെ ആശിച്ചിട്ട് നിങ്ങൾക്ക് വിഷമാവുള്ളൂ, അത് കിട്ടില്ല. അത് കിട്ടാനായിട്ട് ഇവിടെ പൈസ ഇല്ല. പൈസ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും മേടിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാൻ അതിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരും. ചിലരങ്ങനെയല്ല, എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും കുറെ പലിശക്ക് എടുത്തിട്ടായാലും ഇങ്ങനെ ആർഭാടായിട്ട് ഇവർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് എന്താണ്ടാവണ, ഇവിടെ പൈസയൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് വാങ്ങിച്ചു തരുന്നത്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുകളും വീട്ടിൽ തറിയില്ല. ഞാൻ പറയണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറേശ്ശെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവര് ആ പ്രയാസം കണ്ടു വളരുമ്പോ അവര് നല്ല മക്കളായിട്ട് വളരും. ഒറ്റ പൈസ ചെലവാക്കാൻ ഇഷ്ടമുണ്ടാവില്ല അവർക്ക്. അങ്ങനെയാണ് കുട്ടികൾ വളരേണ്ടത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയാ, നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തന്നിരുന്നില്ല, നമുക്ക് തരില്ല. അവര് അതനുസരിച്ച് ചെയ്യുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്റെ അടുത്ത വീട്ടിലത്തെ കുട്ടി ഇന്ന വണ്ടി വാങ്ങിച്ചാൽ എന്റെ കുട്ടി ഇത് വാങ്ങിച്ചിരിക്കണം, അവനേലും വലിയ വണ്ടിയായിരിക്കണം എന്റെ മോന്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. അവര് ആ സ്കൂളിൽ ചേർത്തിയെന്ന് വെച്ചാൽ ഞാൻ അതിനും വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. അവരങ്ങനെ ചെയ്യണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു താരതമ്യ പഠനമായിട്ട് ഈ കുട്ടികളെ വളർത്തുമ്പോ അവർക്കും അങ്ങനെ തന്നെയാണ്. ആരോടും മമതയില്ല. അപ്പനോടും അമ്മോടും അവരുടെ പ്രയാസങ്ങള് കാണാനോ അറിയാനോ ഒന്നും ആഗ്രഹമില്ല. അവർക്കെല്ലാം ചോദിക്കുന്നത് കിട്ടാണ്, അവര് ലാവിഷായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകള് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ നല്ലതാണ്. പിന്നെന്താന്ന് വെച്ചാല് ഇനി അവര് ഇപ്പൊ ചെറുപ്പത്തിൽ അങ്ങനെ അവര് വലുതാവുന്ന ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും അവര് ചോദിക്കും വണ്ടി വേണം അവർക്ക്. ഈ വണ്ടി 40-50 കൊടുത്താലല്ലേ ഒരു വണ്ടി കിട്ടുക. ആ വണ്ടി വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഇല്ല. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ അവർ അതിന്റെ വഴി കണ്ടുപിടിക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയല്ലാതെ ചെറുപ്പത്തിൽ വളരുമ്പോ അവർക്ക് മനസ്സിലാവും, എനിക്ക് ഇപ്പൊ ഈ വണ്ടി ഓടിക്കാനുള്ള പ്രാപ്തി എന്റെ വീട്ടിലില്ല, എനിക്ക് ജോലി കിട്ടട്ടെ, ഞാൻ വണ്ടി വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അതിനുള്ള പ്രാപ്തി വരട്ടെ, അപ്പൊ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ അല്ലാണ്ട് വരുമ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പൈസ കിട്ടാനുള്ള സോഴ്സ് ഇവര് കണ്ടുപിടിക്കും. ആ സോഴ്സ് കണ്ടുപിടിക്കലാണ് ഈ നമ്മുടെ
കഞ്ചാവ് അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക, ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുക. പലതരം കഞ്ചാവ്, എനിക്ക് അതിന്റെ പേരുകളൊന്നും അറിയില്ല. ഈ കുട്ടികളെ കൊണ്ടാണ് മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കണത്. അപ്പൊ അവർക്ക് പൈസ കിട്ടും, പൈസയുടെ ഒപ്പം തന്നെ ഇവർക്ക് കഞ്ചാവും കിട്ടും. അപ്പൊ ഇവരിത് അതിൽ അഡിക്റ്റഡ് ആയി പോവാണ്. കുറെ കേസുകൾ എനിക്ക് അങ്ങനത്തെ അറിയാവുന്ന, ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ് ഒരു 2-3 കൊല്ലം. അപ്പൊ അവിടെ ഇങ്ങനെ ചെറുപ്പം പിള്ളേര്, ഇപ്പൊ തുടങ്ങിയതൊന്നല്ല ഈ പരിപാടി, കുറെ കാലങ്ങളായിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഇപ്പോഴാണ് ഇത്ര എല്ലാവരും നോട്ടബിൾ ആയിട്ട് വന്ന് കാണുന്നത്. ഇത് ആദ്യമുണ്ട്. അപ്പൊ ഇവരുടെ കയ്യിൽ ഇത് കിട്ടുമ്പോ ഇവര്, അതുപോലെ ഈ ബാംഗ്ലൂര് അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോകുമ്പോ ഇവർക്ക് ലാവിഷായിട്ട് ജീവിക്കണം. അത് ആ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് അവര് വളർന്നിട്ടുള്ളത്. എല്ലാം കിട്ടിയാണ് അവര് വളരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ അവിടെ ലാവിഷായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അവര് ഇതായി പോണത്. അപ്പൊ വീടിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പണ്ട് കാലത്ത് അങ്ങനെയല്ലേ. നമ്മളും അവരുടെ ഒപ്പം ജോലി ചെയ്യാണ് വീട്ടിലിപ്പോ എന്തിട്ടാ പരിപാടി. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പശുവിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അതിന്റെ ഒപ്പം നിൽക്കാണ്. സ്കൂളിലേക്കും പോവും. ഇപ്പൊ പശുവിനെ കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ അവിടെ കൊക്കാലിയാണ് അതിന്റെ ഹോസ്പിറ്റല്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിനെ കാണിക്കണമെങ്കിൽ ഇവര് കൊണ്ടുപോകും. അതിലെ എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ എഞ്ചിനീയറാണ്. ഒരാള് ഭാരതി ഇലക്ട്രോണിക്സിൽ ബാംഗ്ലൂർ. അവരൊക്കെ പഠിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അവര് ഈ പണിയും ചെയ്യും. അപ്പൊ അങ്ങനെ വളർത്തണം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയത്. നമ്മളെ വീട്ടിലത്തെ പണികളും ചെയ്യണം, പഠിക്കും വേണം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പഠിപ്പ് മാത്രം. നീ പഠിച്ചാൽ മതിട്ടാ, ബാക്കിയുള്ള ഒരു കാര്യം നീ നോക്കണ്ട. വേഗം പഠിച്ച് വലിയ ആളാവും. ഒരു വലിയ ആളാവില്ല, പഠിക്കില്ല. അവര് വേറെ വഴിക്കാണ് അവരുടെ ശ്രദ്ധ പോവുക. കാരണം അവരെല്ലാം ലാവിഷായിട്ടാണ് ജീവിച്ചത്. വീട്ടിലത്തെ ബുദ്ധിമുട്ടുകൾ അവരറിഞ്ഞിട്ടില്ല. വീട്ടില് അച്ഛൻ എന്തോരം കടമുണ്ട്, അമ്മയ്ക്ക് എന്തോരം പ്രയാസങ്ങളുണ്ട്, അമ്മ ശരിക്കും സന്തോഷത്തിലാണ് ജീവിക്കുക, ഇതൊന്നും അവരന്വേഷിക്കില്ല. അവര് അവരുടെ സുഖം അന്വേഷിച്ച് അവർ നടക്കും. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ സോഴ്സ് അവർ അന്വേഷിക്കുക. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നമ്മുടെ വീട്ടിലത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി വളർത്താനായിട്ട് ശ്രമിച്ചാൽ കുറച്ച് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാകുമ്പോ കുട്ടികള് കേടായി പോവാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗം. എന്നാലും ചിലപ്പോ പോവും നമ്മുടെ കൂട്ടുകെട്ട് അത് ഇതൊക്കെ ആയിട്ട്. എന്നാലും ഒരു മാർഗം അതാണെന്ന് പറയാണ് ഞാൻ. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.